ഇതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിതിലേക്ക് വരുന്നത്. അപ്പം ഞാനായിട്ട് കുറക്കണ്ടല്ലോ വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ടർക്കിഷ് ചിക്കൻ. അപ്പോൾ അതിനാദ്യം മസാല ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറത്ത് 2 ഇഞ്ചിൻ്റെ കഷ്ണം, 10 ചുവന്നുള്ളി, 7 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ വലിയ ജീരകം, പിന്നെ സദാ ചില്ലി പൗഡർ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല, ഒറിഗാനോ, തൈര്, ഉപ്പ് ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ ചിക്കൻക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ എല്ലില്ലാത്ത പീസാകുമ്പോൾ ഒന്നും കൂടെ നല്ലത്. ഞാൻ അടുത്തിൽ കുറച്ചൊക്കെ എല്ലിലെ കഷ്ണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ തിന്നണവർക്ക് വേണ്ടേ എന്തെങ്കിലുമൊക്കെ ഒരു പണിയെന്ന് വിചാരിച്ചു. അങ്ങനെ മസാല എല്ലാം ചിക്കൻക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ ചിക്കനെല്ലാം അതിലേക്ക് ഇട്ടെടുത്തു. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടെടുത്ത് 2 ഭാഗവും തിരിച്ചു മറിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ എടുത്തെടുത്തിട്ടുണ്ട്. അവിടെ നിൽക്ക് ബട്ടർ തുള്ളിക്കളിക്കുന്നുണ്ട്. അപ്പം ബട്ടറൊക്കെ മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ചിട്ട് കെട്ടാതെ നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതിൻ്റെ ചെറുതായിട്ട് കവടി മടി കട്ടൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഞാൻ ഉടച്ചെടുത്ത് ശരിയാക്കിയെടുത്തു. അപ്പം നമ്മൾ ചിക്കന് ഒരു ഭാഗം വെന്ത് ഞാൻ മറ്റു ഭാഗം തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ സോസൊക്കെ പെപ്പർ പൗഡർ, ഒറിഗാനോ പൗഡർ ഇത്ര ആഡ് ചെയ്തിട്ട് നന്നായി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട കെട്ടണം, പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അങ്ങനെ നമ്മളെ വൈറ്റ് സോസൊക്കെ ഇവിടെ റെഡി ആയിട്ട് നമ്മൾ ചിക്കനൊക്കെ ഷാലോ ഫ്രൈ ആയതിന് ശേഷം അതിൻ്റെ മുകൾക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഇതെല്ലാം ഒഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകൾക്ക് കുറച്ച് ചീസും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ മൊസറല്ല ചീസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുത്താൽ നമ്മൾ ചീസൊക്കെ മെൽറ്റ് ആയി കിട്ടും. അപ്പം നമ്മളെ ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡിയാകും. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ.